നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെയർ. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് ഞായറാഴ്ച തുടക്കമായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപം വാഹനാപകടം. പള്ളിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിന് പോവുകയായിരുന്ന ചെറുതുരുത്തി ജുമാ മസ്ജിദിലെ ഉസ്താദിനും 2 ദർസ് വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതു വായനശാലയും സംയുക്തമായി ലഹരി വിരുദ്ധ ജനകീയ സദസ് സംഘടിപ്പിച്ചു. വളർന്നുവരുന്ന യുവതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കുക, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യുവാക്കളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ സദസ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം വാഹനാപകടം. കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് നടുത്തറ ഞെട്ടുക്കണ്ണി നഗർ കുടിവെള്ള പദ്ധതിയുടെയും ഞെട്ടുക്കണ്ണി അംഗനവാടി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു.